ചേച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പം ഞാൻ കേക്ക് പുറത്തുനിന്ന് വാങ്ങിയില്ല, ഞാൻ കേക്ക് പുരയിൽ സെറ്റാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഈ ക്രസ്റ്റൻ ക്രംബിൻ്റെ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് പൗഡറാണ് വാങ്ങിയത്. പിന്നെ വിപ്പിംഗ് ക്രീമും വാങ്ങിയിട്ടുണ്ടായി. ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എനിക്ക് വേണ്ടി വന്നില്ല കേട്ടോ. ബട്ടർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായി. ഫസ്റ്റ് ഞാൻ വിപ്പിംഗ് ക്രീം നല്ലോണം വിപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അത് കഴിഞ്ഞ് കേക്ക് ഉണ്ടാക്കാനുള്ള ട്രേയിലോട്ട് ബട്ടർ പേപ്പറിൽ ബട്ടറൊക്കെ ആക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത്. പിന്നെ ഞാൻ ചെയ്ത് ആ ക്രസ്റ്റൻ ക്രംബിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള പോലെ പ്രൊസീജിയർ ഫോളോ ചെയ്യുക ചെയ്തത്. അതിൽ എഗ്ഗും വാട്ടറും എല്ലാം കൂടി ഡയറക്റ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ നോർമലി കേക്ക് ഉണ്ടാക്കുന്ന പോലെ വൈറ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്ത്. എൻ്റെ ഹാൻഡ് വിസ്കേ ഉള്ളൂ കേട്ടോ, ഇലക്ട്രിക് ഉണ്ടൊക്കെയായി. അപ്പോൾ ഈ ഹാൻഡ് വിസ്ക് വെച്ച് ഫസ്റ്റ് ഞാൻ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് അതിലോട്ട് യെല്ലോ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത്, യോക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്ത്. അത് കഴിഞ്ഞ് ഞാൻ അതിലോട്ട് അതിൽ പറഞ്ഞിങ്ങനെ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ, പക്ഷേ ബട്ടറാണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ബട്ടർ ഇട്ട് നല്ല ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് വാട്ടറും അതിലോട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്ത്. പിന്നെ ഞാൻ കുറച്ചായിട്ട് ആ ക്രസ്റ്റൻ ക്രംബിൻ്റെ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് മിക്സ് കുറച്ച് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കൽ തുടങ്ങി. ഇത് തീരെ ലംസ് വരാതിരിക്കാൻ അരിച്ചിട്ടൊക്കെ കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിനെ. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ബട്ടർ ഇട്ട് വെച്ചിട്ടുള്ള മോൾഡിലോട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് മിക്സ് ഞാൻ ആഡ് ചെയ്ത് അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത്. ഇത് എയർ ബബിൾ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാട്ടോ, ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പൊന്തി വരില്ലല്ലോ. ഇനി കേക്കിലേക്ക് ഞാനൊരു അഡീഷണൽ ഫില്ലിംഗ് ആയിട്ട് കൊറിയൻ ക്രീമനിലൊക്കെ യൂസ് ചെയ്യണതാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് ക്രീം ചീസ്, ബട്ടർ, പഞ്ചസാര പിന്നെ പാൽ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഡി ആവട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് കയറ്റി. അങ്ങനെ ആ ഒരു ടൈം ആയപ്പോഴേക്കും ഏകദേശം നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് കേക്കിൻ്റെ കിട്ടിയിട്ടുണ്ട്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനും ഇതിൻ്റെ ഇടയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിട്ടോ. അങ്ങനെ അത് ആറിയതിന് ശേഷം ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തിട്ട് ഏത് ബൗളിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബൗളിലോട്ട് ഞാൻ ഒരു അടിയത്തെ ലെയറിൽ കേക്കായിട്ട് ചെയ്ത്. അങ്ങനെ പിന്നെ അതിലോട്ട് നമ്മൾ ഷുഗർ സിറപ്പാണ് ഞാൻ യൂസ് ചെയ്തത്. അതിലേക്ക് ഷുഗർ സിറപ്പും ആവശ്യത്തിന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ക്രീം ചീസിൻ്റെ ക്രീമില്ലേ, അത് ഞാൻ എൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെയറിൽ ഞാൻ ആഡ് ചെയ്തത് വിപ്പിംഗ് ക്രീമാണ്, നോർമൽ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്തത്. അതും നല്ലോണം ഞാൻ ലെവലാക്കി കൊടുത്ത്. ഇത് കണ്ടില്ല, ഇങ്ങനെ ചെറിയൊരു ഇംപെർഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ ബൗളിൽ ചെയ്യണത്. കഴിഞ്ഞ വട്ടം ഞാൻ ഇതേപോലെ അമ്മച്ചിക്കൊരു കേക്ക് ഉണ്ടാക്കിയിരുന്നു, അതും ഇങ്ങനെ അധികം പെർഫെക്റ്റ് ആയില്ല. പിന്നെ ഞാൻ ചെയ്തത് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട്, മെൽറ്റ് ചെയ്ത ചോക്ലേറ്റില്ലേ അത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത്. അതും ഒരു തിൻ ലെയറായിട്ടാട്ടോ എല്ലാം ഞാൻ കൊടുക്കുന്നത്. അധികം വിപ്പിംഗ് ക്രീം അങ്ങനെ കൊടുക്കില്ല, എന്നാലും അത്യാവശ്യം അത് കവർ ചെയ്യാനുള്ള പോലെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞ് അടുത്തത് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യണം, നമുക്ക് നെയിമൊക്കെ എഴുതാൻ പറ്റിയ സ്ഥലത്തോട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് ആഡ് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി പറ്റുന്ന പോലെ ഞാൻ എന്ത് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ഇയാന്നും ആഡ് ചെയ്ത്. ഇച്ചിരി പാടുപെട്ടിട്ടാണെങ്കിലും വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് എഴുതാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഡെക്കറേഷൻ കൊടുക്കാമെന്ന്, ആദ്യം കുറച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാനത് എന്ത് ചെയ്ത് അതിൻ്റെ ചുറ്റും, ആ ചോക്ലേറ്റിൻ്റെ ചുറ്റും ചെയ്തപ്പം അതൊരു രസം ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ ഡെക്കറേഷൻ്റെ പരിപാടി നിർത്തിയിട്ട് ഇത് ഫ്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റി. പിന്നെ ഞാനിന്ന് ഫുഡായിട്ട് ഉണ്ടാക്കുന്നത് ചില്ലി ചിക്കൻ്റെ ഗ്രേവിയും പിന്നെ ഫ്രൈഡ് റൈസും ആയിരുന്നു. അമ്മച്ചിക്ക് അത് മതിയെന്നു പറഞ്ഞിന്. അങ്ങനെ ഞാനെന്ത് നേരത്തെ തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കന്. നോർമൽ മാരിനേഷനാണ് ചെയ്തത്. അതിലോട്ട് കോൺഫ്ലവർ ആഡ് ചെയ്ത് നല്ല കുഴച്ചെടുത്തിട്ട് ഞാനത് പൊരിച്ച് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഈ ഫുഡിൻ്റെ ഒന്നും റെസിപ്പി ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് എത്തിയപ്പോൾ സമയം വൈകി തുടങ്ങി. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു മൈൻഡ് വന്നില്ല. ഞാൻ കുറച്ച് ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാ പിന്നെ ഒരു ദിവസം ഞാൻ ഇത് നല്ലോണം ചെയ്യുന്ന ഒരു ടൈം എടുക്കുമ്പം ഞാനിതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ചെയ്തിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ റൈസ് പുതിർത്താൻ വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഇത് നല്ലോണം കഴുകി റൈസ് നല്ലോണം കഴുകി കുക്കറിലിട്ടിട്ടാണ് ഞാനത് വേവിച്ചെടുത്തത്. പിന്നെ നോർമലി ചെയ്യുന്ന പോലെ ഇത് കണ്ടില്ലേ, ഇത് ഫ്രൈഡ് റൈസിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതിലോട്ട് റൈസൊക്കെ ഇട്ടിട്ട് ഞാൻ റെഡിയാക്കി എടുത്ത് ഇത് നമ്മളെ കേക്ക് അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ബൗൾ കേക്ക് എന്നൊക്കെ പറയാം. ഇത് എൻ്റെതായിട്ടുള്ളൊരു ഐഡിയയാണ് കേട്ടോ. ഞാൻ കുറേ റെഫറൻസൊക്കെ നോക്കിയിട്ട് ടിറാമിസുവായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഉണ്ടാക്കാൻ നേരത്താണ് ഞാൻ ചിന്തിച്ചത് അതിന് ബിസ്ക്കറ്റാണ് വേണ്ടത്, എൻ്റെ അടുത്ത് ഉണ്ടായില്ല. അപ്പം ഞാൻ കേക്കും കൊണ്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ്റെ. പിന്നെ ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കേക്ക് നല്ല അടിപൊളി തന്നെ കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.